അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് മേബിൾ ജോർജ് മാത്യു. ഞാൻ മുതുവേഴിങ്കൽ സെൻറ് തോമസ് മാർത്തോമ ഇടവക അംഗവും സൺഡേ സ്കൂൾ അംഗവും കൂടെയാണ്. ഇന്ന് എനിക്ക് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുവാൻ കൃപ നൽകിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. എനിക്ക് ഇന്നിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന CSSMൻ്റെ പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹവും എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവന്ദനത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. മാത്യു ചാപ്റ്റർ 18:8. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞുകളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ അവൻ്റെ ജീവിതകാലത്തിൽ അവന് ഇടർച്ച സംഭവിക്കുവാൻ, അവൻ പാപിയായി തീരുവാൻ വളരെ ചാൻസ് ഉള്ള ഒരു ലോകമാണ് ഇപ്പോൾ. അങ്ങനെ പാപം ചെയ്യാത്തതായിട്ട് ആരും തന്നെയില്ല. യേശു കർത്താവ് പറയുന്നു, ഇടർച്ച അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത് നിത്യാഗ്നിയിൽ വീഴുന്നതിന് തുല്യമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് അത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായി സാധിക്കുന്നില്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ തള്ളിക്കളയുവാനായി സാധിക്കുന്നില്ല എങ്കിൽ, നിന്റെ കയ്യോ കാലോ വെട്ടിയെറിഞ്ഞ് കളയുന്നതാകുന്നു നിനക്ക് നല്ലതെന്നാണ് യേശു കർത്താവ് പറയുന്നത്. അങ്ങനെ തന്നെ ആദിയിൽ ആദവും ഹൗവയും തെറ്റ് ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താകുകയുണ്ടായി. അതിന് പ്രതിഫലമായിട്ട് നോഹയുടെ കാലത്തുള്ള പ്രളയം, ഇസ്രായേൽ മക്കളുടെ കഷ്ടത തുടങ്ങിയ അങ്ങനെ കഷ്ടങ്ങൾ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് ചെയ്താൽ അതിന് ഒരു പ്രതിഫലമുണ്ട്. അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്ന ഒരു ന്യായവിധി ഉണ്ട്. നമ്മുടെ ഓട്ടം ജീവങ്കലേക്കാണ്. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം അവസാനമായുള്ള ന്യായവിധിയിൽ നിത്യജീവൻ പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ ഓട്ടം വെറുതെയാവും. നമ്മൾ ഇത്രയും നാളും ഈ ഭൂമിയിൽ ജീവിച്ചതിന് ഒരു അർത്ഥമില്ലാതെയാകിപ്പോകും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ നിത്യജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് വളരെ ഗൗരവമായി നാം എടുക്കേണ്ടുന്ന ഒന്നാണ്. ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ഒരു VIP കാണണമെങ്കിൽ എത്രയധികം സുരക്ഷാ പ്രക്രിയകൾ ചെയ്യേണ്ടതായുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ ഈ സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയ, സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് എത്ര പരിശുദ്ധി ആവശ്യമാണ് എന്ന് നാം ഓർക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവകൾ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ തെറ്റിലേക്ക് നയിക്കുന്ന ഏതൊന്നിനെയും, നിന്നെ വിശുദ്ധിയിൽ നിന്ന് അകറ്റുന്ന ഏതൊന്നിനെയും മാറ്റിക്കളയാതെ, നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ നിനക്ക് നിത്യജീവനിലേക്ക് കടക്കുവാനായിട്ട് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഓട്ടം ജീവങ്കലേക്കാണ്, നമ്മുടെ ദൗത്യം നിത്യജീവനാണ്. അതുകൊണ്ട് തന്നെ പാപത്തെ മാറ്റി നിർത്തി നമുക്ക് നിത്യജീവനിൽ പ്രവേശിക്കുവാൻ, നിത്യജീവനിലേക്ക് ഓടുവാനായി ദൈവം നമ്മളെ തുടർന്നും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.